ഹായ് എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ സൗമ്യയാണ്. ഇന്നും ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇത് മുളക് വറ്റിച്ച മീൻ കറി എന്നൊക്കെ പറയൂ കേട്ടോ നമ്മുടെ ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ചേരുവകൾ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ചേരുവകൾ പരിചയപ്പെടുത്താം. അതായത് ആവശ്യത്തിന് മീൻ, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വാളംപുളി, വേപ്പില, മുളക്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ എന്ന് പറയുന്നത് അയില കൊണ്ട് ഉപയോഗിക്കുന്നതാട്ടോ. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലി, ഉപ്പ്, കടുക്, ഉലുവ, വെളിച്ചെണ്ണ, ഇത്രയാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ. കഴുകി വൃത്തിയാക്കിയ നമ്മുടെ അയിലയാണ്. അയിലയിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, നിങ്ങളുടെ വീട്ടിൽ എത്രയാണോ ഉപയോഗിക്കുന്നത് വിചാരിച്ചാൽ അത്രയ്ക്ക് അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി അല്ല, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ. കുറച്ചും കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം തിരുമ്മി, ഈ വീഡിയോയിൽ കാണണ പോലെ നല്ലോണം തിരുമ്മി വെക്കുക കേട്ടോ. തിരുമ്മി മൂടി വെക്കണം കേട്ടോ നിങ്ങൾ. ഓക്കെ, അപ്പം ഞാനിത് മൂടി വെക്കുകയാണ്. ഇതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ കൊടുപ്പുളിയാണ് ഇടേണ്ടത്. അപ്പോൾ കൊടുപ്പുളി ഇട്ട് അടിച്ച് വെക്കുക. ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് നല്ലൊരു കളറായിട്ട് വരും. നമ്മൾ ചായയുടെ ഒക്കെ ഒരു കളറായിട്ട് വരും. അപ്പോൾ ഒന്നും കൂടി ആവട്ടെ കേട്ടോ. ചായയുടെ കളറൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക. വേറൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പാനൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഓക്കെ, എല്ലാവരും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പാൻ ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് വേണം, വെളിച്ചെണ്ണയും ചൂടായിട്ട് വേണം നമുക്ക് കടുക് കുട്ടന്മാരെ അങ്ങോട്ട് പൊട്ടിക്കാനായിട്ട്. അപ്പം നമ്മൾ കടുക് നന്നായിട്ട് പൊട്ടട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് ഉലുവ ഇടാം കേട്ടോ. വളരെ കുറച്ച്, ഞാൻ ഇച്ചിരി ഇട്ടിട്ടുള്ളൂ, ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇഞ്ചിയാണ് ഇട്ടിട്ടുള്ളത്. കുരുന്ന് നീളത്തിലരിഞ്ഞ ഇഞ്ചിയാണ്. പിന്നെ നമ്മൾ നീളത്തിലരിഞ്ഞ 2 പച്ചമുളക്, 2 4 പച്ചമുളക് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 4 പച്ചമുളക് നടുവിനെ കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. കാരണം ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇപ്പോൾ നല്ലൊരു പച്ച മണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് വരണം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വേപ്പില ഇടാം കേട്ടോ. നമ്മുടെ കരിവേപ്പില ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ ഇടണത്. നന്നായിട്ട് ഇതായിട്ട് വരുമ്പോൾ നമ്മുടെ കൊച്ചുള്ളി, ഇവിടെ ഞാൻ ഉപയോഗിച്ചേക്കണത് നമ്മുടെ സബോളയാണ് കേട്ടോ. സബോള കുനുകുനുന്ന് അരിഞ്ഞിട്ടുള്ള സബോളയാണ്. പക്ഷെ നല്ലോണം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കൊച്ചുള്ളി അഥവാ ചുവന്നുള്ളിയാണ് നല്ലത് കേട്ടോ. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി നല്ലൊരു കളറായിട്ട് വരണം. അതൊരു ഗോൾഡൻ കളറ് വേണമെങ്കിൽ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഇടാം കേട്ടോ. ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് കേട്ടോ, കുറച്ചിങ്ങനെ മാറ്റിയിട്ട് വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചിങ്ങനെ മാറ്റിയിട്ട് വേണം നമ്മുടെ അടുത്ത പൊടികളൊക്കെ ഇടാനായിട്ട്. ഇപ്പം ഞാനിതിൽ മല്ലിപ്പൊടിയാണ് ഇട്ടേക്കണത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കറിയിൽ മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല, ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് ഇടണ്ട കേട്ടോ. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. സൗണ്ടിന് ഇച്ചിരി പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റണില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണമായിട്ട് വരുമ്പോൾ നമ്മുടെ തിളപ്പിച്ച് വെച്ച കൊടുമ്പുളിയുടെ വെള്ളം ഉണ്ടല്ലോ, കൊടുമ്പുളിയുടെ വെള്ളം നന്നായിട്ട് അരിച്ച് എടുക്കുക കേട്ടോ. അരിച്ചതിലേക്ക് ഒഴിക്കുക. ചെറുതായിട്ട് വറ്റി വരുമ്പോൾ നമ്മൾ എന്തിടണം? അപ്പം നമ്മുടെ കൊടുമ്പുളിയുടെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും കൊടുമ്പുളിയുടെ വെള്ളമാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മുടെ ഈ മീനിൽ കിടന്നിട്ട് വറ്റണം. ഞാനിവിടെ അയിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അയില ഉപ്പും മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ.
ഇച്ചിരി ഈ ടൈമിൽ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഇതാ നമ്മുടെ വെള്ളം ഒന്ന് വറ്റുന്നുണ്ട്, കുടംപുളി വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇടാനായിട്ട്. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഇനി ഇളക്കാനായിട്ട് പറ്റില്ല. അതായത് കയ്യിൽ കൊണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇളക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറച്ച് ഇതിലേൻ്റെ മുകളിൽ ഞാൻ ചാറ് ഒഴിക്കണം കേട്ടോ. ചാറ് അത്രയ്ക്കുണ്ട്, തിക്കായിട്ടുണ്ട്. ഇത് ചാറ് ശരിക്കും നന്നായിട്ട് വറ്റിപ്പോവും. അതിനെയാണ് വറ്റിച്ച മീൻ കറി എന്നൊക്കെ പറയണത്. ഞാനിങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലിപ്പോൾ മല്ലിപ്പൊടി ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു സൂപ്പറായിട്ട്, മല്ലിപ്പൊടി ആണെങ്കിൽ ഒരു ദിവസമൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറൊരു ടേസ്റ്റ് വരും കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് കണ്ട 2 കുടംപുളി മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ കുടംപുളി നല്ല പുളിയുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല പുളിയും എരിവും ഉപ്പൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റിലായിട്ടുള്ള ഒരു മീൻ കറിയാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നന്നായിട്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കണ്ട നല്ലോണം ആ എടുത്ത് വെച്ച കൊടുമ്പുളിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ലൊരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് വേപ്പില അങ്ങോട്ട് ഇടാം. ലാസ്റ്റ് കഴിഞ്ഞു, ഫൈനൽ സ്റ്റേജാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായോ എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു, ഇച്ചിരി വേപ്പില വെച്ചു, മൂടി വെച്ചു, തീ ഓഫാക്കി. ഇത്രേ ഉള്ളൂ ഈ മീൻ കറിയുടെ റെസിപ്പി. വറ്റിച്ച് വെച്ച മീൻ കറിയുടെ റെസിപ്പി ഇത്രേ ഉള്ളൂ. വറ്റി വന്നപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുള്ളത്. ഞാൻ വേറൊരു പാത്രത്തിൽ പകർത്തി. വളരെ ടേസ്റ്റിയുള്ളൊരു മീൻ കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ